Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ സിസ്റ്റം ടോപ്പിക്സ് ആണ്. പവർ സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്നു. അതിലെ ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് നമ്മൾ എടുത്തത്. ട്രാൻസ്മിഷൻ ലൈൻസും അതിൻ്റെ മറ്റുള്ള കൺസെപ്റ്റ്സും, ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ കൺസെപ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കൺസെപ്റ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ടൈപ്സ് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക്സായിട്ട് പോവാം. ആദ്യം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ടൈപ്പുകൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഷോർട്ട്, മീഡിയം, ലോങ് മുതലായ ടൈപ്പിൻ്റെ പേരുകൾ പറഞ്ഞു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തി. അതെങ്ങനെയാണ് ആ ലൈൻസിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ലൈൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഓരോ ലൈനുകളുടെ ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ABCD പാരാമീറ്റർ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. വോൾട്ടേജ് റെഗുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ ഈ വോൾട്ടേജ് റെഗുലേഷൻ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ അല്ലെങ്കിൽ ഏതൊരു ലൈനിലായാലും സാധാരണ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? VR ഈക്വൽ ടു റിസീവിങ് ആൻഡ് നോ ലോഡ് ബൈ റിസീവിങ് ആൻഡ് ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ റിസീവിങ് ആൻഡ് ഫുൾ ലോഡ്. ശരിയല്ലേ? അത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നോ ലോഡ് വിൽ ഈക്വൽ ടു VS, ഫുൾ ലോഡ് വിൽ ബി ഈക്വൽ ടു VR. ക്ലിയർ? അപ്പോൾ അത് VLR നോ ലോഡ് ഈക്വൽ ടു VS കിട്ടുന്നത് എങ്ങനെയാണെന്നും കൂടിയും നമ്മൾ പറഞ്ഞു പോയിരുന്നു. ഓക്കെ, ഇനി ജനറലി നമ്മുടെ ABCD പാരാമീറ്റർ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ ABCD പാരാമീറ്റർ തന്നെ A ഈക്വൽ ടു 1, B ഈക്വൽ ടു Z, Z ഈക്വൽ ടു 0, D ഈക്വൽ ടു 1 ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളൊരു ABCD എഴുതുവാണെങ്കിൽ യുവർ വാല്യൂസ് വിൽ ബി 1, Z, 0, 1 അല്ലേ. ഇനി നമ്മൾ ആ വോൾട്ടേജ് റെഗുലേഷൻ്റെ കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ കൺസെപ്റ്റുകളിൽ നമ്മൾ ആക്ച്വലി ഒരു ഫേസർ ഡയഗ്രം ഒക്കെ വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഫേസർ ഡയഗ്രം ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ടൈം നമുക്ക് ലാഗ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള ഫേസർ ഡയഗ്രത്തിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. ആ റിസൾട്ട് ഓർത്ത് വെച്ച് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജനറലി സെൻഡിങ് ആൻഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ രണ്ട് തരത്തിൽ ഞാൻ അനലൈസ് ചെയ്യാം. രണ്ട് മെത്തേഡ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഉണ്ട്. സെൻഡിങ് ആൻഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ VS ഈക്വൽ ടു റൂട്ട് ഓഫ് VR, റിസീവിങ് ആൻഡ് വോൾട്ടേജ് VR കോസ് ഫൈ പ്ലസ് I ഇൻറ്റു R ദ ഹോൾ സ്ക്വയർ പ്ലസ് VR സൈൻ ഫൈ R പ്ലസ് I ഇൻറ്റു XL ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് സെൻഡിങ് ആൻഡ് വോൾട്ടേജിൻ്റെ ഒരു ഇക്വേഷൻ. അതുപോലെ തന്നെ സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നേക്ക്, കാരണം എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും. സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ. സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് ഫൈ S ഈക്വൽ ടു VR കോസ് ഫൈ R പ്ലസ് I ഇൻറ്റു R ഡിവൈഡഡ് ബൈ VS. ഓക്കെ, ഇതാണ് സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ. ക്ലിയർ? അപ്പോൾ മെയിനായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ട 2-3 കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനിൽ അല്ലെങ്കിൽ നമ്മൾ 2-3 റിസൾട്ട്സ് ഉണ്ട് തന്നെ പറയാം. ആ 2-3 റിസൾട്ടുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ഇടയിൽ വരുന്ന ചോദ്യങ്ങളെ അനലൈസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സെൻഡിങ് ആൻഡ് വോൾട്ടേജ് റിസീവിങ് ആൻഡ് വോൾട്ടേജ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു തിയറത്തെ അല്ലെങ്കിൽ ഈ ഒരു വോൾട്ടേജ് റെഗുലേഷനെ ഡെറൈവ് ചെയ്യാം. അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം നിങ്ങൾക്ക് വേറൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഈക്വൽ ടു VR പ്ലസ് IR ഇൻറ്റു R cos phi plus
IR ഇൻറ്റു എക്സ് സൈൻ ഫൈ. ഓക്കെ, ഈ ഒരു റിസൾട്ട് എന്ന് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ VS മൈനസ് VR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി IR കോമൺ എടുക്കാം, R കോസ് ഫൈ പ്ലസ് എക്സ് സൈൻ ഫൈ എന്ന് കിട്ടും. VS മൈനസ് VR ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ വോൾട്ടേജ് റെഗുലേഷനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? VR കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? VS മൈനസ് VR ബൈ VR ഈക്വൽ ടു IR ഇൻറ്റു R കോസ് ഫൈ പ്ലസ് എക്സ് സൈൻ ഫൈ ഡിവൈഡഡ് ബൈ VR എന്ന് ചെയ്താൽ മതിയാവുമല്ലോ, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി നിങ്ങൾക്ക് ആരെ ഫോം ചെയ്യാം? വോൾട്ടേജ് റെഗുലേഷൻ പറയാം. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ VS മൈനസ് VR ബൈ VR അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി വയ്ക്കാം, IR ബൈ VR ഇൻറ്റു R കോസ് ഫൈ പ്ലസ് എക്സ് സൈൻ ഫൈ. ഓക്കെ, ഈ എഴുതിയിരിക്കുന്നത് ആക്ച്വലി നമ്മൾ പറഞ്ഞു പല ടൈപ്പ് പവർ ഫാക്ടറുകളുണ്ട്. ഓക്കെ, പവർ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് പവർ ഫാക്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോർ യുവർ ലാഗിങ് പവർ ഫാക്ടർ. ഇതാർക്കാണ്? ലാഗിങ് പവർ ഫാക്ടർ. അപ്പോൾ ഈ വോൾട്ടേജ് റിലേഷൻ എഴുതുമ്പോൾ ലാഗിങ് പവർ ഫാക്ടർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് സൈൻ ഉണ്ടെങ്കിൽ, ഈ ഒരു പ്ലസ് സൈൻ കണ്ടില്ലേ, പ്ലസ് സൈൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഇനി ഇതിന് വേറെ നിങ്ങളുടെ വോൾട്ടേജ് ഇക്വേഷൻ പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കും, IR ബൈ VR ഇൻറ്റു R കോസ് ഫൈ മൈനസ് എക്സ് സൈൻ ഫൈ ആണെന്ന് വിചാരിക്കും. R കോസ് ഫൈ മൈനസ് എക്സ് സൈൻ ഫൈ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ മൈനസ് സൈൻ കണ്ടാൽ മനസ്സിലാക്കുക അതൊരു ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. ക്ലിയർ? ഇനി ഇഫ് യുവർ ഇക്വേഷൻ ഈസ് ലൈക്ക് ദിസ്, IR ബൈ VR ഇൻറ്റു R എന്നുള്ളൊരു ലെവലുള്ളൊരു ഇക്വേഷൻ ആണെങ്കിൽ മനസ്സിലാക്കുക അത് യൂണിറ്റി പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ 3 പവർ ഫാക്ടറുള്ള ഇക്വേഷനുകളെ, വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷനുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പവർ ഫാക്ടറുകളിൽ ഏതൊക്കെ വാല്യൂസാണ് വരിക, അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസിലാണ് ഇത് വരിക എന്നുള്ള കാര്യമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് 0 വോൾട്ടേജ് റിലേഷൻ ഉണ്ട്, മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ട്, യൂണിറ്റി പവർ ഫാക്ടറിലുള്ള വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു വാല്യൂസൊക്കെ ഏതൊക്കെ പവർ ഫാക്ടറിന് വരും എന്നുള്ള കാര്യമാണ് അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, നമ്മളൊരു മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ്റെ കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ. അപ്പോൾ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ്റെ റിസൾട്ട് ആദ്യം തന്നെ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കേഴ്സ് അറ്റ്, ഇതാണ് ചോദിക്കുക കേട്ടോ, മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കേഴ്സ് അറ്റ് ലാഗിങ് പവർ ഫാക്ടർ. എന്താണ് ലാഗിങ് പവർ ഫാക്ടർ? അപ്പോൾ ലാഗിങ് പവർ ഫാക്ടറിലാണ് ഒക്കർ ചെയ്യാന്ന് പറയുന്നത്. ഇനി എങ്ങനെ കാണും എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് D ബൈ D5 ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് യുവർ ഇക്വേഷൻ്റെ ലാഗിങ് പവർ ഫാക്ടർ. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് റെഗുലേഷൻ എടുക്കുമ്പോൾ ലാഗിങ് ആകുമ്പോൾ ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്? ഇതല്ലേ, ഈ ഒരു ഇക്വേഷനല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? D ബൈ D5 ഓഫ് IR ബൈ VR ഇൻറ്റു കോസ് ഫൈ, R കോസ് ഫൈ പ്ലസ് എക്സ് സൈൻ ഫൈ അല്ലേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ഇവർ പറയുന്നത്. D ബൈ D5 ഓഫ് ഈ ഇക്വേഷൻ IR ബൈ VR ഇൻറ്റു R കോസ് ഫൈ പ്ലസ് എക്സ് സൈൻ ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ 0ലേക്ക് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ശരിയല്ലേ, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will be obtaining an equation like R sin phi is equal to X cos phi എന്നുള്ള ലെവലിലൊരു ഇക്വേഷൻ കിട്ടും. അതായത് sin phi ബൈ cos phi ചെയ്താൽ tan phi is equal to X by R. This is a very important relation in the case of your maximum voltage relation. Maximum voltage relation occur ചെയ്യുമ്പോഴുള്ള ഫൈൻ്റെ വാല്യൂ ആണ് tan inverse X by R. ഫൈയുടെ വാല്യൂ ആണ് tan inverse X by R. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഫൈ എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ബുക്കുകളിൽ ഫൈ എന്നോ അല്ലെങ്കിൽ ഫൈ ആർ എന്നോ കാണാം. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ
ലോഡ് പവർ ഫാക്ടർ ആംഗിൾ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോഡ് പവർ ഫാക്ടർ ആംഗിൾ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലോഡ് പവർ ഫാക്ടർ ആംഗിൾ പറയുന്ന പോലെ തന്നെ വേറൊരു ആംഗിൾ ഉണ്ട്, തീറ്റ. ആ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇംപിഡൻസ് ആംഗിൾ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇംപിഡൻസ് ആംഗിളാണ്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇംപിഡൻസ് ആംഗിളാണ് ഈ പറഞ്ഞ തീറ്റ. ഓക്കെ, അപ്പോൾ തീറ്റ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇംപിഡൻസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു ഇംപിഡൻസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. തീറ്റ RXZ. ഓക്കെ, RXZ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറഞ്ഞു. അതായത് തീറ്റ ഈസ് ദ ഇംപിഡൻസ് ആംഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ലോഡ് പവർ ഫാക്ടർ ഇംപിഡൻസ് ആംഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കെന്ത് ഇംപിഡൻസ് ആംഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ R and Z എന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ R and Z. ആറും സെഡും തമ്മിലുള്ള ആംഗിളാണ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരിക? ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ X/R തന്നെയാണ് വരിക. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വരിക? X/R. ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി അഗെയിൻ ഗെറ്റിംഗ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ X/R അല്ലേ. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ റിസൾട്ട് ലൈക്ക് ദിസ്. തീറ്റ ഈസ് ഈക്വൽ ടു 5. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു 5 ഇൻ ദ കേസ് ഓഫ് യുവർ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. ഇതും ഒരു റിസൾട്ടായിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ തീറ്റയും ഫൈയും എന്താണ്? ഇക്വലൻ്റ് ആണ്. തീറ്റയും ഫൈയും എന്താണ്? ഇക്വലൻ്റ് ആണ്. അതുപോലെ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കെ സെറ്റ് ലാഗിങ് പവർ ഫാക്ടർ. സിമിലർലി ടാൻ ഫൈൻ്റെ ഇക്വേഷൻ കൂടി ആലോചിച്ച് വയ്ക്കുക. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു X/R. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു X/R. അതുപോലെ തന്നെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? X/R ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സീറോ വോൾട്ടേജ് റെഗുലേഷൻ ആണ്. ഓക്കെ, സീറോ വോൾട്ടേജ് റെഗുലേഷൻ. ഇപ്പോൾ സീറോ വോൾട്ടേജ് റെഗുലേഷൻ എപ്പോൾ ഒക്കർ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പോൾ സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്നത് സെറ്റ് ലീഡിങ് പവർ ഫാക്ടർ. ഏത് പവർ ഫാക്ടറിലാണ്? ലീഡിങ് പവർ ഫാക്ടറിലാണ് സീറോ വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ സീറോ വോൾട്ടേജ് റെഗുലേഷൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതുക. വോൾട്ടേജ് റെഗുലേഷൻ ഈസ് IR/VR R cos phi. ലീഡിങ് ആയതുകൊണ്ട് തന്നെ നടുവിൽ മൈനസ് വരും ഇൻറ്റു X sin phi. ഇതാണ് നിങ്ങളുടെ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ സീറോ ആണ് വോൾട്ടേജ് റെഗുലേഷൻ. അതായത് ഈ വോൾട്ടേജ് റെഗുലേഷൻ്റെ വാല്യൂ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ ഈ വോൾട്ടേജ് റെഗുലേഷൻ പറഞ്ഞാൽ 0 ഈക്വൽ ടു IR/VR ഇൻറ്റു R cos phi മൈനസ് X sin phi. ഇത് ഈക്വൽ ടു 0 എന്നുള്ള ലെവലിൽ എഴുതാം അല്ലേ. അതായത് നമുക്ക് എന്ത് കിട്ടും? R cos phi ഈക്വൽ ടു X sin phi എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൻ ഫൈ, ഇതിൻ്റെ അകത്ത് നിന്ന് ടാൻ ഫൈ എഴുതുവാണെങ്കിൽ ടാൻ ഫൈ ഈക്വൽ ടു R/X എന്ന് കിട്ടും. ദിസ് ഈസ് ദ റിസൾട്ട്. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു R/X. നേരത്തെ ടാൻ ഫൈ എത്രയായിരുന്നു? നേരത്തെ ടാൻ ഫൈ X/R ആയിരുന്നു. ഇവിടെ ടാൻ ഫൈ എന്താണ്? R/X ആണ്. ക്ലിയർ? ഇനി ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇംപിഡൻസ് ട്രയാങ്കിളിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് തീറ്റ, ഇത് R, ഇത് X, Z. ക്ലിയർ? അപ്പോൾ നമ്മുടെ R/X എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫൈ എവിടെ വരിക? ഇവിടെയല്ലേ ഫൈ വരിക. കാരണം ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് R ആണ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? X ആണ് അല്ലേ. അപ്പോൾ ടാൻ ഫൈ ഇവിടെ വരും, തീറ്റ ഇവിടെ വരും. അതായത് നിങ്ങളുടെ തീറ്റയും ഫൈയും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ എത്ര ഡിഗ്രി വരണം? ഇവിടെ എത്ര ഡിഗ്രി ഉണ്ട്? 90. മൊത്തം 180 അല്ലേ. അപ്പോൾ തീറ്റയും ഫൈയും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ യു മസ്റ്റ് ഗെറ്റ് 90 ഡിഗ്രീസ്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത്. തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു 90. നേരത്തെ എന്തായിരുന്നു? തീറ്റ ഈക്വൽ ടു 5. ഓക്കെ, ആ ഒരു പോയിൻറ്റും നമ്മളിവിടെ അനലൈസ് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ട് റിസൾട്ട്, അതായത് നിങ്ങളുടെ സീറോ വോൾട്ടേജ് റെഗുലേഷൻ അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, അപ്പം ഇവിടെ ഈ പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് വയ്ക്കുക. ഇനി ഈ പറഞ്ഞ സീറോ വോൾട്ടേജ് റെഗുലേഷൻ്റെ
ഇതിപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് റിസൾട്ടാണ്. ഓക്കെ, അപ്രോക്സിമേറ്റ് റിസൾട്ടാണ്. ഈ 0 വോൾട്ടേജ് റെഗുലേഷൻ്റെ ആക്യുറേറ്റ് റിസൾട്ട് ഉണ്ട്, അതും കൂടി ഒന്ന് വെറുതെ ഓർത്ത് വെച്ചേക്ക്. ബുക്കുകളിൽ ഇതും കാണാറുണ്ട്. 0 വോൾട്ടേജ് റെഗുലേഷൻ്റെ കറക്റ്റ് റിസൾട്ട്. ഓക്കെ, അതിൻ്റെ കറക്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് തീറ്റ പ്ലസ് 5. നമ്മൾ നേരത്തെ തീറ്റ പ്ലസ് 5 എന്ന് മാത്രമേ കണ്ടുള്ളൂ. അതിൻ്റെ കോസ് എടുക്കും അവർ. അപ്പോൾ കോസ് തീറ്റ പ്ലസ് 5 ഈക്വൽ ടു മൈനസ് IR ഇൻറ്റു Z ഡിവൈഡഡ് ബൈ 2VR. ഇതും കാണാറുണ്ട്. ഒന്നുമില്ല, ഇവിടെ IR ബൈ VR തന്നെ എഴുതുക. IR ബൈ VR തന്നെ എഴുതുക. ഇൻറ്റു മൈനസ് Z ബൈ 2. ഇതിനൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, മൈനസ് IR ബൈ VR ഇൻറ്റു മൈനസ് Z ബൈ 2. ഇതാണ് നമ്മുടെ എക്സാക്റ്റ് കണ്ടീഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാക്റ്റ് കണ്ടീഷൻ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ എക്സാക്റ്റ് കണ്ടീഷൻ കോസൈൻ്റെ ടേംസിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിലും അപ്പോൾ നമ്മൾ ഈ തീറ്റ പ്ലസ് 5, നേരത്തെ തീറ്റ പ്ലസ് 5 എത്രയായിരുന്നു? 90 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെ എക്സാക്റ്റ് കണ്ടീഷനിൽ തീറ്റ പ്ലസ് 5 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 90. അതെന്താവും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 90. നിങ്ങളുടെ തീറ്റ പ്ലസ് 5 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ആണ് എന്നുള്ള കാര്യം കൂടി അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ഇവിടെ ഒരു ആഡ് ചെയ്ത് വെക്കുക. എക്സാക്റ്റ് കണ്ടീഷൻ്റെ കാര്യം കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി യൂണിറ്റി പവർ ഫാക്ടറിൽ നമ്മൾ ഈ പറയുന്ന വോൾട്ടേജ് റെഗുലേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റും കൂടി അനലൈസ് ചെയ്ത് നമുക്ക് വെക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. ഇതിൽ റെഗുലേഷൻ എവിടെ ഒക്കർ ചെയ്യുന്നു എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദ്യപേപ്പറുകളിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഈ വോൾട്ടേജ് റെഗുലേഷൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വോൾട്ടേജ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അതും കൂടി ഒന്ന് എഴുതി വയ്ക്കാം. അപ്രോക്സിമേറ്റ് വോൾട്ടേജ് ഇക്വേഷൻ. ഓക്കെ, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലെ വോൾട്ടേജ് റെഗുലേഷൻ്റെ അപ്രോക്സിമേറ്റ് വോൾട്ടേജ് ഇക്വേഷൻ ഉണ്ട്. അതായത് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഈക്വൽ ടു VS മൈനസ് VR ബൈ VR ആണെന്ന് നമുക്കറിയാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു X ഇൻറ്റു IR ബൈ VR ഇൻറ്റു R കോസ് 5 പ്ലസ് ഓർ മൈനസ് X സൈൻ 5R. ഓക്കെ, സൈൻ 5 സൈൻ 5R നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ ഒരു സാധനം ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്കറിയാം പ്ലസും മൈനസും ഡിനോട്ട് ചെയ്യുന്നതാണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഏത് പവർ ഫാക്ടറാണ്? ലാഗിങ് പവർ ഫാക്ടറാണ്. മൈനസ് എന്ന് പറയുന്നത് ഏത് പവർ ഫാക്ടറിനാണ്? ലീഡിങ് പവർ ഫാക്ടറിനുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ കാണും. X ഇൻറ്റു R പെർ യൂണിറ്റ് കോസ് 5R പ്ലസ് ഓർ മൈനസ് X പെർ യൂണിറ്റ് സൈൻ 5R. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാറുണ്ട്. സിമിലർലി വേറൊരു ഇക്വേഷൻ കാണാറുണ്ട്. X ഇൻറ്റു R കോസ് 5R പ്ലസ് ഓർ മൈനസ് X സൈൻ 5R ഡിവൈഡഡ് ബൈ Z ബേസ്. ഓക്കെ, അങ്ങനെ R ബൈ Z ബേസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പെർ യൂണിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് വാല്യൂയിലാണല്ലോ വേണ്ടത്, അങ്ങനെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഓർത്ത് വയ്ക്കുക. ഈ ഇക്വേഷനൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വയ്ക്കുക. ഇതിൽ X എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷൻ ഓഫ് ലോഡ്, നമ്മൾ പണ്ടേ ട്രാൻസ്ഫോമറിലൊക്കെ പറയുന്ന പോലെ ഒരു ഫ്രാക്ഷൻ ഓഫ് ലോഡാണ് X. ഓക്കെ, X എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫ്രാക്ഷൻ ഓഫ് ലോഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് ലോഡ്. ക്ലിയർ? ആ ഒരു പോയിന്റ്സും കൂടിയും അവിടെ ഒന്ന് അനലൈസ് ചെയ്ത് വയ്ക്കുക. അതും യൂസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ പരീക്ഷകൾക്ക് വരാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ്റെ കർവ്. ഈ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ കർവാണ്. ആക്ച്വലി ഇതിൻ്റെ കർവ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഇതൊരു കോസ് 5 ഇത് വോൾട്ടേജ് റെഗുലേഷനും ആണെങ്കിൽ നിങ്ങളുടെ കർവ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇതുപോലെയാണ് നിങ്ങളുടെ കർവ് ഔട്ട്ലൈൻ ചെയ്യുക. അതിൽ ഈ സൈഡ് എന്ന് പറയുന്നത് ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും, ഈ സൈഡ് എന്ന് പറയുന്നത് ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും.
ക്ലിയർ? ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, യൂണിറ്റി പവർ ഫാക്ടർ ഈ പോയിന്റിലാണ് ആക്ച്വലി 0 വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്നത്. ക്ലിയർ? അതുപോലെ ഇവിടുത്തെ ഇത് 0 ആണെന്ന് അറിയാം, കോസ് 0 ആയതുകൊണ്ടാണ് ഇവിടെ യൂണിറ്റി പവർ ഫാക്ടർ 1. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി tan phi ഈസ് ഈക്വൽ ടു x/r. ഈ ഒരു പോയിന്റിലാണ് നിങ്ങളുടെ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്നത്. മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ, അപ്പോൾ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്ന പോയിന്റാണ് ഏത്? മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യുന്ന പോയിന്റാണ് tan phi ഈക്വൽ ടു x/r. അതെവിടെ ഒക്കർ ചെയ്യുന്നു? ലാഗിങ് പവർ ഫാക്ടർ. ക്ലിയർ ആയല്ലോ? മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ tan phi ഈക്വൽ ടു x/r, ലാഗിങ് പവർ ഫാക്ടർ 0 വോൾട്ടേജ് റെഗുലേഷൻ, ലീഡിങ് പവർ ഫാക്ടർ 0 വോൾട്ടേജ് റെഗുലേഷൻ, ലീഡിങ് പവർ ഫാക്ടർ. ഇത് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ tan phi ഈസ് ഈക്വൽ ടു r/x. ഓക്കെ, യൂണിറ്റി പവർ ഫാക്ടർ അല്ല, സോറി, ഇവിടെ യൂണിറ്റി അല്ലല്ലോ, ഇവിടെ tan phi ഈക്വൽ ടു x/r അല്ലേ, ഇവിടെ യൂണിറ്റി അല്ലല്ലോ, ഇവിടെ tan phi ഈസ് ഈക്വൽ ടു r/x അല്ലേ, tan phi ഈസ് ഈക്വൽ r/x, കാരണം അവിടെ 0 വോൾട്ടേജ് റെഗുലേഷൻ ഒക്കെ ആണ്. ഇവിടെയാണ് യൂണിറ്റി കേട്ടോ, ഇവിടെയാണ് യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഗ്രാഫ് ഈ സ്ട്രെയിറ്റ് ലൈൻ പോലെയൊക്കെ ആണെങ്കിൽ 0 ഈ ഇവിടെ ടച്ച് ചെയ്ത് പോകുന്നതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല വരുന്നത്. എന്താണ് ഇവിടെ? അവിടെ എക്സാക്ട്ലി ഇതിൻ്റെ നടുവിലാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താ? യൂണിറ്റി പവർ ഫാക്ടറിന് ഇവിടെ കണ്ടില്ല, ഒരു പോസിറ്റീവ് വാല്യൂ ഇല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യൂണിറ്റി പവർ ഫാക്ടറിന് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്. ഓക്കെ, യൂണിറ്റി പവർ ഫാക്ടറിന് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജനറലി അത് അങ്ങനെ അനലൈസ് ചെയ്താൽ മതി. ലാഗിങ് ലീഡിങ് എന്ന് പറയുന്നതിനെക്കാട്ടും ബെസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഉണ്ട് എന്നുള്ള ലെവലിൽ അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, പക്ഷേ നേരെ മറിച്ച് 0 വോൾട്ടേജ് റെഗുലേഷൻ ആണെങ്കിൽ എക്സാക്ട്ലി ഗ്രാഫ് തന്നെ കാണാൻ വേണ്ടി പറ്റും. അതെന്താണ്? ലീഡിങ് ആണ്. അതുപോലെ തന്നെ മാക്സിമം വോൾട്ടേജ് റെഗുലേഷൻ ആണെങ്കിൽ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഈസിലി ഒബ്റ്റെയിൻ ചെയ്യാം. അതെന്തായിരിക്കും? ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങളത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏതുപോലെ ഉണ്ട്? ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ റെഗുലേഷൻ കർവ് പോലെ ഇല്ലേ? ശരിയല്ലേ? ട്രാൻസ്ഫോമറിൻ്റെ റെഗുലേഷൻ കർവ് പോലെ സിമിലർ അല്ലേ? യെസ്. അപ്പോൾ മനസ്സിലാക്കാം, ഇതിൻ്റെ രണ്ടിൻ്റെ റെഗുലേഷൻ കർവ്സ് എന്താണ്? ദേ ആർ എക്സാക്ട്ലി സിമിലർ. അതുകൊണ്ട് തന്നെ ഈ ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നടത്തിയത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു അനാലിസിസ് പോയിന്റ്. ഓക്കെ, ഈ അനാലിസിസ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വൈ വി ഹാവ് ഡീൽഡ് വിത്ത് ഇറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് അവിടെ ഈ പറഞ്ഞ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വോൾട്ടേജ് റെഗുലേഷനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ലീഡിങ് പവർ ഫാക്ടറിൻ്റെ വാല്യൂ യൂണിറ്റി പവർ ഫാക്ടറിൻ്റെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാഗിങ് പവർ ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? അതായത് ലാഗിങ് പവർ ഫാക്ടറിൽ വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ അല്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലാഗിങ് പവർ ഫാക്ടറിൽ വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ലീഡിങ് പവർ ഫാക്ടറിൽ വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. അതുപോലെ തന്നെ ABCD പാരാമീറ്ററും ഷോർട്ടിൻ്റെ ABCD A ഈക്വൽ ടു 1, B ഈക്വൽ ടു Z, C ഈക്വൽ ടു 0, D ഈക്വൽ ടു 1 മുതലായ ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഇനി നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത് നമ്മുടെ മീഡിയം ട്രാൻസ്മിഷൻ ലൈനെയാണ്. നമ്മളിവിടെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ അനലൈസ് ചെയ്ത പോലെ നമുക്ക് അനലൈസ് ചെയ്യേണ്ട ആളാണ് ആര്? മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, അപ്പോൾ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ പറഞ്ഞു 3 മെത്തേഡ്സ് ഉണ്ട് അല്ലേ? 3 മെത്തേഡ്സ് ആയിട്ടാണ് നമുക്ക് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ വരാറ്. അല്ലെങ്കിൽ 3 മെത്തേഡ്സിൻ്റെ പേരുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് ദ 3 നെയിംസ് അല്ലേ? 3 നെയിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ 3 നെയിംസ് എന്തൊക്കെയായിരുന്നു? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ. മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, അപ്പോൾ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഞാൻ ജനറൽ ഇക്വേഷൻസ് ഞാൻ ആദ്യം ഒന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ജനറൽ ഇക്വേഷൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മറ്റുള്ള ഫൈൻഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് നോക്കാം. ക്ലിയർ? അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് വൺ, എൻഡ് കണ്ടൻസർ മെത്തേഡ്. എൻഡ് കണ്ടൻസർ മെത്തേഡ്. ഓക്കെ, ആസ് ദ നെയിം സജസ്റ്റ്, ഈ കണ്ടൻസർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കപ്പാസിറ്റർ ആണ്. ശരിയല്ലേ?
അപ്പോൾ ഈ കപ്പാസിറ്റർ എവിടെ വന്ന് കണക്ട് ചെയ്യണം? എൻഡിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിഗർ നോക്കുക. ഇവിടെ R, ഇവിടെ X, ഇവിടെയാണ് കണ്ടൻസർ. അപ്പോൾ ഇവിടെയാണ് C, ശരിയല്ലേ? ഇവിടെയാണ് C. അപ്പോൾ ഇത് R ആണെന്ന് ഓർത്ത് വയ്ക്കുക, ഇത് L ആണെന്ന് ഓർത്ത് വയ്ക്കുക, ഇത് C ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ അനാലിസിസ് ആയിട്ട് നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇത് നിങ്ങളുടെ സെൻഡിങ് എൻഡ് വോൾട്ടേജ്, ഇത് നിങ്ങളുടെ സെൻഡിങ് എൻഡ് കറണ്ട്. ദെൻ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ലോഡ് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാലും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഒരു ലോഡ് കണക്റ്റഡ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? ദിസ് വിൽ ബി VR. ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി IR. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു കറണ്ട് പോകുന്നുണ്ട്, IS, അതുപോലെ തന്നെ IR. ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് പോകുന്നുണ്ട്, അതാണ് IC. ഓക്കെ, അതാണെന്ത്? IC. അതിന് നമ്മൾ ചാർജിങ് കറണ്ട് എന്നാണ് പറയുക. ഓക്കെ, അതിന് നമ്മൾ ചാർജിങ് കറണ്ട് എന്ന് പറയാം. നമ്മൾ ഈ ഒരു അനാലിസിസിന് എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കപ്പാസിറ്റൻസ്, നമ്മളെ ഈ തന്നിരിക്കുന്ന ലൈനിലെ കപ്പാസിറ്റൻസ് ഈസ് ലംബ്ഡ് ഓർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദ റിസീവിങ് എൻഡ് ഓർ അറ്റ് ദ ലോഡ് എൻഡ് എന്നാണ് പറയുക. ഓക്കെ, കാരണം എന്താണ്? കാരണം കപ്പാസിറ്റൻസ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ലോഡ് സൈഡിലല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ലൈൻ ഈസ് ലംബ്ഡ് ഓർ കോൺസെൻട്രേറ്റഡ്, അല്ലെ? ലംബ്ഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെയാണ്? അറ്റ് ദ റിസീവിങ് എൻഡ് ആണ്. ഓക്കെ, അറ്റ് ദ റിസീവിങ് എൻഡ്, അറ്റ് ദ റിസീവിങ് എൻഡ് ഓർ ദ ലോഡ് എൻഡ്. റിസീവിങ് എൻഡ് അല്ലെങ്കിൽ ലോഡ് എൻഡിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ആക്ച്വലി നമ്മൾ ഈ റിസീവിങ് എൻഡ് മോഡലിൽ നമ്മൾ 2-3 ഇപ്പം ഫേസർ ഡയഗ്രം ഒക്കെ ഉണ്ട്. ഇതിന് എല്ലാത്തിനും ഫേസർ ഡയഗ്രം ഉണ്ട്. പക്ഷേ ഈ ഫേസർ ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം ആൻഡ് നമുക്ക് അതിൻ്റെ ആവശ്യവും വരുന്നില്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഫേസർ ഡയഗ്രത്തിൽ നിന്ന് ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുക, ഇല്ലാത്തത് ഇരിക്കാൻ ലീവ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സെൻഡിങ് എൻഡ് കറണ്ട്. സെൻഡിങ് എൻഡ് കറണ്ടിനെയാണ് IS എന്ന് പറയുന്നത്. ദാറ്റ് IS ഈക്വൽ ടു, കണ്ടാൽ മനസ്സിലാക്കാം, റിസീവിങ് എൻഡ് കറണ്ട് പ്ലസ് കപ്പാസിറ്റീവിലെ ചാർജിങ് കറണ്ട് എന്നാണ് നമ്മൾ പറയുക. IC, ചാർജിങ് കറണ്ട്. ഓക്കെ, ഇനി സെൻഡിങ് എൻഡ് വോൾട്ടേജ്, സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS ഈക്വൽ ടു VR പ്ലസ് IS ഇൻറ്റു Z. ഇവിടെ Z എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ് Z എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് Z എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സെൻഡിങ് എൻഡ് കറണ്ടും റിസീവിങ് എൻഡ് കറണ്ടും കിട്ടി. ഇനി അടുത്തത് ലോഡ് കറണ്ട് ഉണ്ട്. ലോഡ് കറണ്ട് IR. ലോഡ് കറണ്ട് IR ഈസ് ഈക്വൽ ടു IR ഇൻറ്റു കോസ് φR മൈനസ് J സൈൻ φR. അതാണ് IR. ഇനി കപ്പാസിറ്റീവ് കറണ്ട് ഉണ്ട്, അതാണ് IC. IC ഈക്വൽ ടു J ഒമേഗ C VR. IC ഈക്വൽ ടു J ഒമേഗ C VR. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഓർക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ നമുക്കറിയാം. സിമ്പിളായിട്ടുള്ള എന്താണ്? VS മൈനസ് VR ബൈ VR ഇൻറ്റു 100. ക്ലിയർ? ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് വോൾട്ടേജ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്താണെന്ന് അറിയണം. പെർസെൻറ്റേജ് വോൾട്ടേജ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി VR IR കോസ് φR ഡിവൈഡഡ് ബൈ VR IR കോസ് φR പ്ലസ് IS സ്ക്വയർ R ഇൻറ്റു 100. ഇതാണ് ഇവിടുത്തെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. ഓക്കെ, നമുക്ക് എഫിഷ്യൻസിൻ്റെ അത്ര ഡീറ്റെയിലിങ്ങിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ ഓരോ മോഡൽസിലും എങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ പറഞ്ഞ IC ഉണ്ടല്ലോ, IC, ഈ IC എന്ന് പറയുന്ന സാധനമാണ് ചാർജിങ് കറണ്ട്. ഓക്കെ, ഈ ചാർജിങ് കറണ്ട് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ IC. ശരിയാണല്ലോ? ഈ IC നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ IC
ഈ ചാർജിങ് കറണ്ട് IC ട്രാൻസ്മിഷൻ ലൈനിലുള്ളത് കാരണം ഒരു എഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ എഫക്റ്റിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ഫെറാൻഡി എഫക്റ്റ്. എന്താണ് ഫെറാൻഡി എഫക്റ്റ്? ഓക്കെ, അപ്പോൾ ഫെറാൻഡി എഫക്റ്റ് എന്താണ് പറഞ്ഞത്? ഫെറാൻഡി എഫക്റ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ അണ്ടർ യുവർ നോ ലോഡ് ഓർ ലൈറ്റ്ലി ലോഡ് കണ്ടീഷൻ, അണ്ടർ നോ ലോഡ് ഓർ lightly load condition, the magnitude of your receiving end voltage is greater than your sending end voltage. Okay, magnitude of your receiving end voltage is greater than sending end voltage. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫെറാൻഡി എഫക്റ്റ് എടുക്കാം, എന്നാലും ഇപ്പോൾ ഓർത്ത് വയ്ക്കുക കണ്ടീഷൻസ് എങ്കിലും അറിഞ്ഞിരുന്നേക്ക്. എന്താണ് നോ ലോഡ് അല്ലെങ്കിൽ ലൈറ്റ്ലി ലോഡ് കണ്ടീഷനിൽ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ സെൻഡിങ് എൻഡ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ അനലൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അറ്റ് നോ ലോഡിൻ്റെ സമയത്ത് നിങ്ങൾക്കറിയാം IR എന്തായിരിക്കും? 0 ആയിരിക്കുമല്ലോ. റിസീവിങ് എൻഡിൽ കറണ്ട് ഒന്നുമില്ല, IR എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ VS എന്താണ് വരിക? VS/VR നമുക്കറിയാം എന്താണ്? A ആണ്. VR എന്ന് പറഞ്ഞാൽ ഇവിടെ VRO എന്ന് എടുക്കുന്നു, കാരണം അത് നോ ലോഡിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം VS = A × VRO എന്ന് പറയാം, അല്ലെങ്കിൽ VRO = എന്താണ്? VS/A. ഓക്കെ, അപ്പോൾ ഇഫ് സപ്പോസ് നിങ്ങളുടെ A <= 1 ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം A 1 ആണ്, എന്നാൽ <= 1 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഹാപ്പനിങ്? നിങ്ങളുടെ VRO will be greater than or equal to VS. നിങ്ങളുടെ VRO will be greater than or equal to VS. ഓക്കെ, അതായത് നമ്മുടെ നോ ലോഡ് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യുവർ സെൻഡിങ് എൻഡ് വോൾട്ടേജ്. ഓക്കെ, ഇതിൻ്റെ A എങ്ങനെയാണ് <= 1 വന്നതിനും ഇതിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്യും. അപ്പോൾ അത് ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതിന് നിങ്ങൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ എഫക്റ്റ് ഒന്നും വരില്ല. കാരണം അവിടുത്തെ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ ഈ എൻഡ് C മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് അങ്ങനെയല്ല, നമ്മുടെ എൻഡ് C മോഡൽ എന്ന് പറയുന്നത് നിങ്ങൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അകത്തൊരു പ്യുവർലി കപ്പാസിറ്റി ലോഡ് കൊടുത്തു എന്നല്ലേ പറയുക. അത് നോക്കൂ നിങ്ങൾ, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ വെറുതെ 6 L കണക്ട് ചെയ്ത സാധനമല്ലേ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ അല്ലേ? വെറും 6 L ആണെങ്കിൽ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, അതിൻ്റെ അറ്റത്തൊരു C കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? എൻഡ് കണ്ടൻസർ മെത്തേഡായി, അല്ലെങ്കിൽ റിസീവിംഗ് എൻഡ് മോഡലായി. ശരിയല്ലേ? അപ്പം ഈ റിസീവിംഗ് എൻഡ് മോഡലിൽ ഈ C കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താവും? നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പം ഈ പറഞ്ഞ പോലെ ലീഡിങ് പവർ ഫാക്ടർ ലോഡാണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ലീഡിങ് പവർ ഫാക്ടർ ലോഡാണ് എടുക്കുന്നതെങ്കിൽ യു ആർ കൺസിഡറിങ് എ ലീഡിങ് പവർ ഫാക്ടർ ലോഡ്. ലീഡിങ് പവർ ഫാക്ടർ ലോഡിൽ നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് <0, അതായത് നെഗറ്റീവ് അല്ലേ? വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവാണ്. വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഈ വാല്യൂ നെഗറ്റീവ് ആവണം. ഈ വാല്യൂ എപ്പോഴാണ് നെഗറ്റീവ് ആവുക? നിങ്ങളുടെ വോൾട്ടേജ് VR കൂടിയാൽ ഈ നെഗറ്റീവ് ടേം കൂടും. അപ്പോൾ ഇത് എന്താവും? ഇത് കൂടുതൽ നെഗറ്റീവ്. അപ്പോൾ നിങ്ങളുടെ റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ യുവർ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആവും. ക്ലിയർ? അതാണ് ഇവിടെയും അനലൈസ്. അപ്പോൾ ഷോർട്ടിനെ വെച്ച് റെസ്പെക്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് എൻഡിലൊരു C കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എൻഡ് C മോഡൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് അവിടെ ആലോചിക്കേണ്ട ഒരു പോയിന്റ്. ഇനി നമ്മൾ ഈ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എൻഡ് കണ്ടൻസർ മെത്തേഡിൻ്റെ അനാലിസിസ് ആണ്. അതായത് ഇതിനും ഈ പറഞ്ഞ പോലെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ABCD പാരാമീറ്റർ ഇതിനും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ABCD പാരാമീറ്ററിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എൻഡ് കണ്ടൻസർ മെത്തേഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആക്ച്വലി
രണ്ട് മെത്തേഡുകൾ വരുന്നുണ്ട്. ഓക്കെ, ഈ എൻഡ് മെത്തേഡ് തന്നെ ഇപ്പം നമ്മളിവിടെ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എൻഡ് കണ്ടൻസർ മെത്തേഡ് എന്നല്ല പറഞ്ഞത്. അതായത് നിങ്ങളുടെ റിസീവിങ് എൻഡിൽ സി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ സെൻഡിങ് എൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സി കൊടുക്കാം. ഓക്കെ, അങ്ങനെ രണ്ട് മെത്തേഡ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. റിസീവിങ് എൻഡിൽ സി കൊടുക്കാം, അതുപോലെ തന്നെ സെൻഡിങ് എൻഡിലും സി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം റിസീവിങ് എൻഡിൻ്റെ മോഡലിൻ്റെ ഇക്വേഷൻ പറയാം. അപ്പം റിസീവിങ് എൻഡിൻ്റെ മോഡലിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ട് ഞാൻ സെൻഡിങ് എൻഡ് സി മോഡൽ പറയാം. ഓക്കെ, അപ്പോൾ റിസീവിങ് എൻഡ് സി മോഡൽ, റിസീവിങ് എൻഡ് സി മോഡൽ അല്ലെങ്കിൽ എൻഡ് കണ്ടൻസർ മെത്തേഡ് എന്ന് പറയാം. എൻഡ് കണ്ടൻസർ തന്നെ രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് റിസീവിങ് എൻഡ് സി മോഡൽ തന്നെ പറയാം. ഓക്കെ, ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് റിസീവിങ് എൻഡ് സി മോഡലായിരിക്കും കേട്ടോ. വേറൊന്നും പറയുന്നില്ല, വെറുതെ എൻഡ് കണ്ടൻസർ മെത്തേഡ് എന്നാണ് പറയുന്നത്, റിസീവിങ് എൻഡ് സി മോഡലായിരിക്കും. അപ്പോൾ റിസീവിങ് എൻഡ് സി മോഡൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആറും എല്ലും സിയും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതാണ് നിങ്ങളുടെ വി എസ്, ഇതാണ് നിങ്ങളുടെ ഐ എസ്, ഇത് ആറ്, ഇത് എല്ല്. അപ്പോൾ നമുക്കിത് ആറും എല്ലും കിട്ടിയത് ഓട്ടോമാറ്റിക്കലി ഇത് എന്തായി, സെഡ് ആയി. ശരിയാണല്ലോ. ഇത് നിങ്ങളുടെ വി ആർ, ഇത് നിങ്ങളുടെ ഐ ആർ. ഓക്കെ, ഇനി വാട്ട് യു ആർ ടേക്കിംഗ് ഈസ് ഇതിലെ ഇത് കപ്പാസിറ്ററാണ്, അപ്പോൾ ചാർജിങ് കറണ്ടാണ് വലിയ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഞാനിതിനെ ഇത് ഒരു ഷണ്ട് പാരാമീറ്റർ ആയതുകൊണ്ട് ഇത് സീരീസ് പാരാമീറ്റർ ആയതുകൊണ്ട് സെഡ് എന്ന് എടുത്ത പോലെ ഞാനൊരു ഷണ്ട് പാരാമീറ്റർ ആയതുകൊണ്ട് ഇതിനെ വൈ എന്ന് എടുക്കുന്നു. ഓക്കെ, എന്തെടുക്കുന്നു, വൈ. നമ്മളിവിടെ സി എന്ന് കൺസിഡർ ചെയ്യുന്നതിന് പകരം സി തന്നെയാണ് ഇത് ആക്ച്വലി, അവിടെ വൈൻ്റെ ടേംസിൽ എഴുതുന്നു, കാരണം ഷണ്ട് ആയതുകൊണ്ട് നമുക്ക് അതാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആർ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ, അതായത് ആർ പ്ലസ് ജെ ഇൻറ്റു ഒമേഗ എൽ. ഇനി വൈ എന്തായിരിക്കും ഇവിടെ, വൈ എന്ന് പറഞ്ഞാൽ ഇത് പാരലൽ ബ്രാഞ്ച് ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ജെ ഒമേഗ സി. വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ജെ ഒമേഗ സി. നമ്മുടെ ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ സി എന്ന് പറഞ്ഞാൽ ലൈൻ ചാർജിങ് കറണ്ട് ആണെന്ന് പറഞ്ഞു, ലൈൻ ചാർജിങ് കറണ്ട്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഐ സി വിൽ ബി ഈക്വൽ ടു വൈ ഇൻറ്റു വി ആർ. ഐ സി എന്ന് പറയുന്നത് എന്താണ്, ഐ സി വിൽ ബി ഈക്വൽ ടു വൈ ഇൻറ്റു വി ആർ ആണ് നിങ്ങളുടെ ചാർജിങ് കറണ്ട് ഐ സി, വൈ ഇൻറ്റു വി ആർ. ഓക്കെ, അപ്പോൾ ജനറൽ ഇക്വേഷൻ നേരത്തെ എഴുതിയ പോലെ ഐ എസ് ഈക്വൽ ടു എന്താണ്, ഐ ആർ പ്ലസ് ഐ സി ആണ്. അപ്പോൾ ഐ ആർ എന്ന് പറയുന്നത് it will be again getting the same IR as VC, YC എന്ന് പറയുന്നത് it will be V into YR എന്ന് കിട്ടും. V into YR അല്ല, Y into VR. ഓക്കെ, അപ്പോൾ IS ഈക്വൽ ടു IR പ്ലസ് Y into VR. ഇനി നമ്മൾ VS അനലൈസിസ് നടത്തുമ്പോൾ എന്താണ് വരിക, VS ഈക്വൽ ടു VR പ്ലസ് IS ഇൻറ്റു Z. ശരിയാണല്ലോ, IS ഇൻറ്റു Z. അപ്പം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ VR പ്ലസ് Z അങ്ങനെ തന്നെ വെക്കാം, Z ഇൻറ്റു ഐ എസിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുത്തെ ഈ ഐ എസ് എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, യു വിൽ ബി ഗെറ്റിംഗ് ഐ ആർ പ്ലസ് വൈ ഇൻറ്റു വി ആർ. ക്ലിയർ? അപ്പം നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെയുള്ളത്, വി ആർ പ്ലസ് സെഡ് ഐ ആർ പ്ലസ് സെഡ് വൈ വി ആർ എന്നല്ല ഉള്ളത്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് വി ആർ ഇൻറ്റു 1 പ്ലസ് വൈ സെഡ് പ്ലസ് Z ഇൻറ്റു ഐ ആർ എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ എന്ത്, വി എസ്. ക്ലിയർ? അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഏതൊക്കെയാണ്, വി എസ് ഈക്വൽ ടു വി ആർ ഇൻറ്റു 1 പ്ലസ് വൈ സെഡ് പ്ലസ് Z ഇൻറ്റു ഐ ആർ, Z ഇൻറ്റു ഐ ആർ. ദെൻ ഐ എസ് ഈക്വൽ ടു വി ആർ ഇൻറ്റു വൈ പ്ലസ് ഐ ആർ. ഓക്കെ, ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുക നമ്മുടെ ഓൾഡ് ഇക്വേഷൻ, നമ്മുടെ സാധാരണയായിട്ട് എഴുതുന്ന നമ്മുടെ ഓൾഡർ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ ABCD പാരാമീറ്റർ എഴുതുമ്പോൾ ജനറൽ ഇക്വേഷൻ എന്താണ്, ജനറൽ ഇക്വേഷൻ വി എസ് ഈക്വൽ ടു എ വി ആർ പ്ലസ് ബി ഐ ആർ, ഐ എസ് ഈക്വൽ ടു സി വി ആർ പ്ലസ് ഡി ഐ ആർ. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലേ. ഈ ജനറൽ ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യും, അതായത് ഇത് കമ്പയർ ചെയ്ത് നോക്കൂ. ഇതാ ഇവിടുത്തെ എ എന്ന് പറയുന്നത് ആരാണ്, ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഇതാണ്.
ശരിയല്ലേ? അപ്പോൾ എ ഈക്വൽ ടു 1 പ്ലസ് വൈ ഇൻറ്റു സെഡ്. ദെൻ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് സെഡ്. അപ്പം ബി ഈക്വൽ ടു സെഡ്. അപ്പോൾ എ ഈക്വൽ ടു 1 പ്ലസ് വൈ സെഡ്, ബി ഈക്വൽ ടു സെഡ്. ഇനി അടുത്തത് സി. സിന് ഈക്വലൻ്റ് ആരാണ്? വൈ. അപ്പം യുവർ സി ഈക്വൽ ടു വൈ. അതിനടുത്ത് ഡി. ഡിക്ക് ഈക്വലൻ്റ് ആരും ഇവിടെ ഒന്നുമില്ല, അതായത് 1. അപ്പോൾ ഡി ഈക്വൽ ടു 1. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് എങ്ങനെയൊക്കെ കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് എ ഈക്വൽ ടു 1 പ്ലസ് വൈ സെഡ്, ബി ഈക്വൽ ടു സെഡ്, വൈ സി ഈക്വൽ ടു വൈ ആൻഡ് ഡി ഈക്വൽ ടു 1. അതായത് നിങ്ങളൊരു എ ബി സി ഡി പാരാമീറ്റർ എഴുതുവാണെങ്കിൽ വി എസ് ഐ എസ് ഈക്വൽ ടു എ ഇത്, ബി ഇത്, സി ഇത്, ഡി ഇത് ഇൻറ്റു ഐ എസ് വി എസ്, സോറി ഐ ആർ വി ആർ. ക്ലിയർ ആയോ? സോ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഈ ഒരു ഇക്വേഷനാണ് അല്ലെങ്കിൽ ഈ ഒരു പാരാമീറ്ററാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, എ ബി സി ഡി പാരാമീറ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണമെങ്കിൽ, അതായത് റെസിപ്രോക്കൽ ആണോ സിമെട്രിക്കൽ ആണോ എന്നുള്ള ലെവലിൽ വെരിഫൈ ചെയ്യാം. നേരത്തെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്തായിരുന്നു? ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ സിമെട്രിക്കും ആയിരുന്നു, അതുപോലെ തന്നെ റെസിപ്രോക്കൽ ആയിരുന്നു. കാരണം സിമെട്രിക്കൽ ആയത് എങ്ങനെയാണ്? എ ഈക്വൽ ടു ഡി ആകുമ്പോൾ അത് സിമെട്രിക്കൽ ആവും. അതുപോലെ എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 1 ആകുമ്പോൾ അത് എന്താവും? റെസിപ്രോക്കൽ ആവും അല്ലേ? അപ്പോൾ ഇതും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം, സിമെട്രിക്കൽ ആണോ റെസിപ്രോക്കൽ ആണോ. ഇവിടെ എയും ഡിയും ഈക്വൽ ആണോ? ഇതല്ലേ നിങ്ങളുടെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി. എയും ഡി ഈക്വൽ ആണോ? അല്ല. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ഡി, അതായത് ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്കൽ. സോ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ്റെ എൻഡ് കണ്ടൻസർ മെത്തേഡ് അല്ലെങ്കിൽ റിസീവിങ് എൻഡ് മോഡൽ, രണ്ട് തരത്തിൽ പറയാമെന്ന് പറഞ്ഞു. അതെന്തല്ല? സിമെട്രിക്കൽ അല്ല. ഇനി യു കാൽക്കുലേറ്റ് എ ഡി മൈനസ് ബി സി. എ ഡി മൈനസ് ബി സി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 1 പ്ലസ് വൈ സെഡ് ഇൻറ്റു 1, അതായത് 1 പ്ലസ് വൈ സെഡ് തന്നെ മൈനസ് ബി സി. ബി സി എന്ന് വെച്ചാൽ വൈ ഇൻറ്റു സെഡ് ഇറ്റ് ഈക്വൽ ടു 1. സോ എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 1. അപ്പോൾ ഇതെന്താണ്? റെസിപ്രോക്കൽ ആണ്, പക്ഷെ എന്തല്ല? സിമെട്രിക്കൽ അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതിൽ ചാർജിങ് കറണ്ടിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ എടുത്ത് നോട്ട് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും യൂസ്ഫുൾ ആവും കേട്ടോ. ഐ സി ഈക്വൽ ടു വൈ ഇൻറ്റു വി ആർ എന്നുള്ള സാധനം പല സ്ഥലത്തും യൂസ് ചെയ്യും. അതിൽ ഇവിടുത്തെ വൈ എന്ന് പറയുന്നത് എന്താണ്? ജെ ഒമേഗ സി. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, ജെ ഒമേഗ സി ഇൻറ്റു വി ആർ. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടോ എവിടെയെങ്കിലും? പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ് പഠിച്ചിരിക്കുന്നത്? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് സി അല്ലേ? എക്സ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ ഒമേഗ സി അല്ലേ? ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf അല്ലേ? അതായത് എക്സ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ എക്സ് സി എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 ബൈ ഒമേഗ സി. ശരിയല്ല? അപ്പോൾ വി ഈസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഒമേഗ സി വി എന്ന് എഴുതാം. ഓക്കെ, അത് തന്നെയല്ലേ ഇത്? ഒമേഗ സി വി തന്നെയല്ലേ ഇത് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ അതിൽ ജെ പാരാമീറ്റർ അത് റെസിപ്രോക്കൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഷണ്ട് പാരാമീറ്റർ ആയതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ജെ വരുന്നത്. കാരണം നമ്മൾ വൈ എടുക്കുന്നത്. ഓക്കെ, വൈ എടുക്കുന്നതുകൊണ്ട് സെഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ജെ ഒമേഗ സി എന്ന് വരും. ഇവിടെ വൈ പാരാമീറ്റർ എടുക്കുന്നതുകൊണ്ടാണ് ജെയും കൂടി അവിടെ എന്ത് ചെയ്യുന്നത്? കടന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. എൻഡ് കണ്ടൻസർ മെത്തേഡിൻ്റെ റിസീവിങ് എൻഡ് മോഡൽ. ഓക്കെ, ഇനി അതുപോലെ റിസീവിങ് എൻഡ് മോഡൽ പഠിച്ച പോലെ തന്നെ സെൻഡിങ് എൻഡ് മോഡലും ഉണ്ട്. ഓക്കെ, റിസീവിങ് എൻഡ് മോഡൽ പഠിച്ച പോലെ സെൻഡിങ് എൻഡ് മോഡലും ഉണ്ട്. സെൻഡിങ് എൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും കപ്പാസിറ്റർ കണക്ട് ചെയ്യുക? നിങ്ങളുടെ സെൻഡിങ് എൻഡ്. അപ്പോൾ ഇവിടെ ആയിരിക്കും കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. ക്ലിയർ? പിന്നെ ആരൊക്കെയുണ്ട്? ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ എക്സും ഉണ്ടാവും. ആറും ഉണ്ടാവും, അതുപോലെ തന്നെ എക്സും ഉണ്ടാവും. അപ്പോൾ ഇത് വി ആർ, ഇതെന്താണ്? ഇത് വി എസ്. ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ എസ്. ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആർ. ഇത് ആറ്, ഇത് എല്. ഇതെന്താണ്? ഇത് സെഡ്. ഇത് സി ആണെന്ന് നമുക്കറിയാം. ഇതെന്താണ്? ചാർജിങ് കറണ്ട് ഐ സി. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ ഇത് തന്നെ നമ്മൾ നോക്കാം. അപ്പോൾ വി എസ് ഈക്വൽ ടു വി ആർ പ്ലസ് ഐ ആർ ഇൻറ്റു സെഡ്.
IS equal to IR plus IC, that is equal to IR plus Y into VS. So you can write it as IR plus Y into VS ന് പകരം നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് VR plus IR into Z. Clear? So you can rewrite your equation as, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. VS equal to VR plus IR into Z. IS equal to എന്താണ് Y into VR അല്ലേ. നമ്മളത് റീഅറേഞ്ച് ചെയ്യണ്ടേ, ഇത് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണ്ട. അപ്പം എന്ത് വരും Y into VR പ്ലസ് Y into IR into Z പ്ലസ് IR എന്ന് വരുമല്ലോ, ശരിയല്ലേ? കാരണം ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് Y into VR പുറത്ത് വരും, പ്ലസ് IR പുറത്തേക്ക് എടുക്കുക. അപ്പോൾ IR into 1 പ്ലസ് Y into Z, ശരിയല്ലേ? ഇത് നിങ്ങൾ നേരത്തെ പോലെ തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. VS ഈക്വൽ ടു AVR പ്ലസ് BIR, IS ഈക്വൽ ടു CVR പ്ലസ് DIR. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് A ആസ് 1, B ആസ് Z, C ആസ് Y ആൻഡ് D ആസ് 1 പ്ലസ് YZ. D ആസ് 1 പ്ലസ് YZ. അപ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് VS IS ഈക്വൽ ടു 1 Z C അല്ല Y 1 പ്ലസ് YZ ഇൻറ്റു VR IR. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ABCD പാരാമീറ്ററിൻ്റെ സെൻഡിങ് എൻഡ് മോഡലിൻ്റെ ഇക്വേഷനാണിത്. ABCD പാരാമീറ്ററിൻ്റെ സെൻഡിങ് എൻഡ് മോഡലിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ട് ഇക്വേഷൻസും ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുക? നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ ഇക്വേഷൻസ് ഒന്ന് എഴുതി വയ്ക്കാം. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? A ഈക്വൽ ടു 1, B ഈക്വൽ ടു Z, C ഈക്വൽ ടു 0, D ഈക്വൽ ടു 1. ശരിയാണല്ലോ? ഇനി അടുത്തത് A ഈക്വൽ ടു 1, B ഈക്വൽ ടു Z, C ഈക്വൽ ടു 0 ആൻഡ് D ഈക്വൽ ടു 1. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തത് നമ്മുടെ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ്റെ തന്നെ റിസീവിങ് എൻഡ് മോഡലും അതുപോലെ തന്നെ സെൻഡിങ് എൻഡ് മോഡലും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഏതാണ്? ഫസ്റ്റ് A ഈക്വൽ ടു 1 പ്ലസ് YZ, B ഈക്വൽ ടു Z, C ഈക്വൽ ടു Y ആൻഡ് D ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ നിങ്ങളുടെ റിസീവിങ് എൻഡ് മോഡൽ എന്താ? A ഈക്വൽ ടു 1, B ഈക്വൽ ടു Z, C ഈക്വൽ ടു Y ആൻഡ് D ഈക്വൽ ടു 1 പ്ലസ് Y ഇൻറ്റു Z. D ഈക്വൽ ടു 1 ഇൻറ്റു Y ഇൻറ്റു Z. ഇനി ഇതാണ് നിങ്ങളുടെ ഏതിൻ്റെ പറഞ്ഞത്? സെൻഡിങ് എൻഡ് മോഡൽ. സെൻഡിങ് എൻഡ് മോഡൽ. ഓക്കെ, ഇതാരായിരുന്നു? ഇത് റിസീവിങ് എൻഡ് മോഡൽ. റിസീവിങ് എൻഡ് മോഡൽ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി മിക്കവാറും നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് എൻഡ് മോഡലാണ് യൂസ് ചെയ്യുക. ഓക്കെ, റിസീവിങ് എൻഡ് മോഡലാണ് യൂസ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിസീവിങ് എൻഡ് മോഡൽ ഈസ് ബെറ്റർ. റിസീവിങ് എൻഡ് മോഡൽ ഈസ് ബെറ്റർ ദാൻ യുവർ സെൻഡിങ് എൻഡ് മോഡൽ. സെൻഡിങ് എൻഡ് മോഡൽ അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺ ആണ്. അതായത് ഇറ്റ് ക്യാൻ ഈസിലി ഷോ ദ ഫെറാൻഡി എഫക്റ്റ്. ഓക്കെ, ഫെറാൻഡി എഫക്റ്റ് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഫെറാൻഡി എഫക്റ്റിൻ്റെ തന്നെ എന്താ, നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ റിസീവിങ് എൻഡ് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യുന്നു കിട്ടുന്നു അല്ലേ. അപ്പോൾ VR ഗ്രേറ്റർ ദാൻ VS കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതാണ് കുറച്ചും കൂടി ഈസിലി ആയിട്ട് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് റിസീവിങ് എൻഡ് മോഡൽ റാദർ ദാൻ യുവർ സെൻഡിങ് എൻഡ് മോഡ്. കാരണം സെൻഡിങ് എൻഡ് മോഡൽ ദർ ഈസ് നോ ഫെറാൻഡി എഫക്റ്റ്. ഇവിടെ ഫെറാൻഡി എഫക്റ്റ് ഇല്ല. ഓക്കെ, ഇവിടെ ഫെറാൻഡി എഫക്റ്റ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാറില്ല. ഇനി പക്ഷേ ഇതിൻ്റെ ഈ പറഞ്ഞ സെൻഡിങ് എൻഡ് മോഡലിൻ്റെ സിമെട്രിക്കലും റെസിപ്രോസിറ്റിയും ഒക്കെ സെയിം തന്നെയാണ്.
സിമെട്രിക്കൽ റെസിപ്രോസിറ്റിയും സെയിം ആണ്. അതായത് എ ഈക്വൽ ടു ഡി തന്നെയാണ്, എ നോട്ട് ഈക്വൽ ടു ഡി. അതായത് അൺസിമെട്രിക്കലാണ് നമ്മുടെ റിസീവിംഗ് എൻഡ് സെൻഡിങ് എൻഡ് മോഡൽ. അതുപോലെ തന്നെ എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 1 തന്നെയാണ് നിങ്ങളുടെ, അതായത് റെസിപ്രോക്കലാണ് നിങ്ങളുടെ സെൻഡിങ് എൻഡ് മോഡൽ. അതുകൊണ്ട് തന്നെ അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഫെറാൻഡി എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് റിസീവിംഗ് എൻഡ് മോഡൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ പഠിക്കുമ്പോൾ റിസീവിംഗ് എൻഡ് മോഡൽ എടുത്ത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എൻഡ് കണ്ടൻസർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുക. നമ്മൾ പഠിക്കുന്നത് ഏതാണ്? റിസീവിംഗ് എൻഡ് മോഡലാണ്. അപ്പം എ ഈക്വൽ ടു 1 + YZ, ബി ഈക്വൽ ടു Z, സി ഈക്വൽ ടു Y, ഡി ഈക്വൽ ടു. ഇതിലാകെ ഈ ഷോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ ഇക്വേഷൻ്റെ ഡിഫറൻസ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ അല്ലേ? ഏതാണ് ഇക്വേഷൻ്റെ ഫീൽ ചെയ്യുന്നത്? ഇവിടെ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിന് പകരം ഇവിടെ എന്തായി? ഒരു 1 + YZ ആയി. ഇതിന് ചേഞ്ച് ഇല്ല, സെയിം ആണ്. ഇതിനും ചേഞ്ച് ഇല്ല അല്ലേ? ഇവിടെ സി ഈക്വൽ ടു 0 പകരം സി ഈക്വൽ ടു Y എന്ന് പഠിക്കുക കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയാനായിട്ടുള്ളത്. നമ്മുടെ റിസീവിംഗ് എൻഡ് മോഡലും അതുപോലെ തന്നെ സെൻഡിങ് എൻഡ് മോഡലും ജനറലി എൻഡ് കണ്ടൻസർ മെത്തേഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഞാൻ എല്ലാ ഇക്വേഷൻസും ലാസ്റ്റ് എഴുതി തരാം. അപ്പോൾ നിങ്ങൾക്കത് പിന്നെ അത് പഠിച്ചാൽ മതിയാവും. എന്നാലും ഈ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്തത് നമ്മുടെ നോമിനൽ ടി മെത്തേഡാണ്. നമ്മുടെ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ്റെ അടുത്ത മെത്തേഡായ നോമിനൽ ടി മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോമിനൽ ടി മെത്തേഡ്. നോമിനൽ ടി മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കപ്പാസിറ്റർ, എല്ലാം കപ്പാസിറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. ഓക്കെ, കപ്പാസിറ്റർ എവിടെ കണക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മൊത്തം കിടക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ എവിടെ കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ കപ്പാസിറ്റർ നോമിനൽ ടി മെത്തേഡിൽ എവിടെയാണ്? ടി പോലെ ഇരിക്കണം, അങ്ങനെ ആലോചിച്ചാൽ മതി. ടി പോലെ ഇരിക്കണം. അപ്പോൾ കപ്പാസിറ്റർ എവിടെ വരണം? ഇവിടെ ആയിരിക്കും കപ്പാസിറ്റർ വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ അക്രോസ് ഈ പറഞ്ഞ ആറും എക്സും ഉണ്ടാവും. നടുവിലായിട്ട് ആരുണ്ടാവും? കപ്പാസിറ്റർ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കണക്ഷനായിട്ട്. ഇവിടെ ലോഡ് കണക്ട് ചെയ്യാൻ ലോഡ് കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വി ആർ എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് വി എസ്, ഇത് നിങ്ങളുടെ വി ആർ, ഇത് ഐ ആർ, ഇത് ഐ സി, ഇത് ഐ എസ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡിലും ആറും എക്സും വന്നതുകൊണ്ട് തന്നെ ആറും എക്സ് എന്നല്ല എഴുതാം. നിങ്ങൾ R/2 X/2 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, R/2 X/2 എന്നുള്ളതാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കും. അപ്പോൾ നേരത്തെ അതേ അനാലിസിസ് ഒക്കെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. നേരത്തെ സിമിലർ അനാലിസിസ് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വരുന്നതെന്നുള്ളത്. നോമിനൽ ടി മെത്തേഡിലും അതുപോലെ നോമിനൽ പൈ മെത്തേഡിലും എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ എയും ബിയും സിയും സെഡും ഒക്കെ വരുന്നത് നോക്കാം. അപ്പോൾ അതിന് അനാലിസിസിന് വേണ്ടി നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. ഇവിടെ ഈ R/2 Z/2 ഞാൻ Z/2 X/2 Z/2 ഇതും എന്താണ്? Z/2 ആണ്. ശരിയാണല്ലോ? ഇവിടുത്തെ വോൾട്ടേജ് VR ആണെന്ന് അറിയാം. വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ലോഡ് കണക്ട് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ ലോഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്യും. ഇനി ഇവിടുത്തെ വോൾട്ടേജ്, ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് എടുക്കുന്നു V1. ഓക്കെ, ഇവിടുത്തെ നോഡ് വോൾട്ടേജ് V1 എടുക്കുന്നു, ഇത് V1. ക്ലിയർ? അപ്പോൾ ഈ നോഡിൽ നമ്മൾ ഇക്വേഷൻസ് എഴുതുവാണ്. അപ്പോൾ ഈ നോഡിൽ V1 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? V1 എന്ന് പറഞ്ഞാൽ എന്താ? യു വിൽ ബി ഗെറ്റിംഗ് IR ഇൻറ്റു Z/2 പ്ലസ് VR. ശരിയല്ലേ? കാരണം ഈ V1 എന്ന് പറയുന്നത് എന്താണ്? ഈ മൊത്തം IR അല്ലേ? IR ഇൻറ്റു ഈ Z/2 പ്ലസ് ഈ VR. ക്ലിയർ? V1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് VS എന്ന് പറയുന്നതോ? VS എന്ന് പറഞ്ഞാൽ മൊത്തം IS ഇൻറ്റു Z/2 പ്ലസ് IR ഇൻറ്റു Z/2 പ്ലസ് VR. മൊത്തം വോൾട്ടേജും വരും. ക്ലിയർ? ഇനി അപ്പോൾ അത് കിട്ടിയല്ലോ, പ്ലസ് VR. അപ്പോൾ V1ഉം VS നിങ്ങൾക്ക് കിട്ടി. ഇനി
ഈ നോഡിൻ്റെ ഇക്വേഷൻ എഴുതുവാണ്. ഓക്കെ, നോഡിൻ്റെ ഇക്വേഷൻ എഴുതുവാണ്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങളുടെ IS എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു IR പ്ലസ് IC. ശരിയാണല്ലോ. നേരത്തെ നമ്മൾ എഴുതിയിരുന്നു IC ഈക്വൽ ടു Y ഇൻറ്റു V എന്ന് എഴുതിയല്ലോ. ഇവിടെ Y ഇൻറ്റു എന്താണ്? V1. ഓക്കെ, Y ഇൻറ്റു V1. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് IS ഈക്വൽ ടു IR പ്ലസ് Y ഇൻറ്റു V1 എന്ന് എഴുതാം. ഇവിടെ V1ന് പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് V1, ആ V1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? IR പ്ലസ് Y ഇൻറ്റു V1ന് പകരം IR ഇൻറ്റു Z/2 പ്ലസ് VR. Z/2 പ്ലസ് VR ദാറ്റ് വിൽ ബി ഈക്വൽ ടു IS. ക്ലിയർ? അപ്പോൾ ഇതിനെ ഒന്നും കൂടി നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് IS ഈക്വൽ ടു IR ഇൻറ്റു 1 പ്ലസ് YZ/2 പ്ലസ് Y ഇൻറ്റു VR. നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. IS ഈക്വൽ ടു IR ഇൻറ്റു 1 പ്ലസ് YZ/2 പ്ലസ് Y ഇൻറ്റു VR. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഓരോ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ IS ഈക്വൽ ടു CVR പ്ലസ് DIR-ആയിട്ടൊന്ന് കമ്പയർ ചെയ്തേ. DIR-ആയിട്ട് കമ്പയർ ചെയ്തേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? യു വിൽ ബി ഗെറ്റിംഗ് D ആസ് 1 പ്ലസ് YZ/2 C ആസ് Y. ശരിയല്ലേ? അപ്പോൾ പുതിയ രണ്ട് ഇക്വേഷൻ കിട്ടി. എന്താണ്? C ഈക്വൽ ടു Y. നമ്മളിത് കണ്ടുപിടിക്കാനാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ കിട്ടും? C ഈക്വൽ ടു Y എന്നും കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ D എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് 1 പ്ലസ് YZ/2. അപ്പോൾ സിയും കിട്ടി, ഡിയും കിട്ടി. ഇനി നമുക്ക് ഏതൊക്കെ കിട്ടിയാൽ മതി? എയും ബിയും കിട്ടിയാൽ മതി. ശരിയല്ലേ? അപ്പോൾ എയും ബിയും കിട്ടാൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതുക. VS ഈക്വൽ ടു VR പ്ലസ് IR ഇൻറ്റു Z/2 പ്ലസ് IS ഇൻറ്റു Z/2. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ VR പ്ലസ് IR ഇൻറ്റു Z/2 പ്ലസ് Z/2 ഇൻറ്റു IS. ഏത് IS? നമ്മളിവിടുത്തെ ഈ IS ഇല്ലേ, ഈ IS നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ IS ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ IS ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഞാൻ ചെയ്യുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ ലൈക്ക് VS ഈക്വൽ ടു 1 പ്ലസ് YZ/2 ഇൻറ്റു VR പ്ലസ് Z ഇൻറ്റു 1 പ്ലസ് YZ/4 ഇൻറ്റു IR. അതായത് ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റർ അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി കമ്പയർഡ് ലൈക്ക് VS ഈക്വൽ ടു AVR പ്ലസ് BIR. അതായത് A ക്യാൻ ബി റിട്ടൺ ആസ് 1 പ്ലസ് YZ/2. A ക്യാൻ ബി റിട്ടൺ ആസ് 1 plus YZ/2. At the same time you can write your B as Z into 1 plus YZ/4. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി, ഡിയും കിട്ടി. നിങ്ങളിവിടെ എഴുതി വയ്ക്കുക. ABCD ഈക്വൽ ടു 1 പ്ലസ് YZ/2 Y Z into 1 plus YZ/4 1 plus YZ/2. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് വൈയും ABCD കിട്ടി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. അതായത് എയും ഡിയും ഇവിടെ ഈക്വലൻ്റ് ആണ്. കാരണം ഇതാണ് നിങ്ങളുടെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണെങ്കിൽ എയും ഡി ഈക്വലൻ്റ് ആണ്. അതായത് ഇതെന്താണ്? ഇത് സിമെട്രിക്കലാണ്. ഇതെന്താണ്? സിമെട്രിക്കലാണ് അല്ലേ? ഇനി നിങ്ങൾ അതിൻ്റെ റെസിപ്രോസിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. റെസിപ്രോസിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ്? AD മൈനസ് BC നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് സിമെട്രിക്കലാണോ റെസിപ്രോക്കലാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ABCD കിട്ടിയല്ലോ അല്ലേ? അപ്പം ആക്ച്വലി നിങ്ങളോട് അപ്പോൾ ഇത് കിട്ടിയല്ലോ, ABCD കിട്ടിയല്ലോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം VS ഈക്വൽ ടു എന്താണ്? 1 പ്ലസ് YZ/2 ഇൻറ്റു VR ആണല്ലോ. ശരിയല്ലേ? ഇതിൻ്റെ അകത്ത് നിന്ന് VR നമുക്ക് എങ്ങനെ എഴുതാം?
വി ആർ ഈക്വൽ ടു വി എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സെഡ് ബൈ 2. കറക്റ്റ്? വി എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ സെഡ് ബൈ 2. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ് ഇതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ടേം വന്നു, അതായത് ഡിനോമിനേറ്ററിൽ ഒരു ടേം വന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ റിസീവിങ് എൻ്റെ വോൾട്ടേജ്, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് വൈ സെഡ് ബൈ 2 എന്നാണ് വന്നത് അല്ലേ. അപ്പോൾ റിസീവിങ് എൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ യുവർ സെൻഡിങ് എൻ്റെ വോൾട്ടേജ്. ഓക്കെ, ഏതാ കണ്ടീഷൻ? ലൈറ്റ്ലി ലോഡഡ് അല്ലെങ്കിൽ നോ ലോഡിലാണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ്ലി ലോഡിൽ അല്ലെങ്കിൽ നോ ലോഡിൽ. അപ്പോൾ ഈ ലൈറ്റ്ലി ലോഡിൽ അല്ലെങ്കിൽ നോ ലോഡിൽ വേറൊരു കാര്യം കൂടെ ഒക്കർ ചെയ്യാം. നോ ലോഡ് എന്ന് പറയുമ്പോൾ IR 0 ആയിരിക്കും അല്ലേ, IR 0 ആയിരിക്കും. ഇവിടെ നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർ ലൈറ്റ്ലി ലോഡാണ്. ലൈറ്റ്ലി ലോഡ് ഓർ നോ ലോഡ്. ഓക്കെ, ലൈറ്റ്ലി ലോഡ് ഓർ നോ ലോഡിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? IR എന്ന് പറയുന്ന സാധനം 0 ആയിരിക്കും. IR 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേം കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നമ്മുടെ ഏത് ടേം ഇതാ, ഈ IR 0 ആയി പോവുമല്ലോ, ഈ ടേം 0 ആയി പോവും. അതുകൊണ്ട് നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ? VR ഈക്വൽ ടു VS ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സെഡ് ബൈ 2. അതായത് ആ ടേം വൈ സെഡ് ബൈ 2 ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെയും ചുരുങ്ങും അല്ല. അപ്പോൾ ആ ഡിനോമിനേറ്റർ വളരെ ഡിക്രീസ് ചെയ്യുമ്പോൾ VR എന്ത് ചെയ്യും? കൂടും. അപ്പോൾ VR ഗ്രേറ്റർ ദാൻ VS എന്ന് പറയാം. ദിസ് ഈസ് കോൾഡ് ആസ് യുവർ ഫെറാൻഡി എഫക്റ്റ്. ഓക്കെ, സിമിലർലി IR ഈക്വൽ ടു 0 ആദ്യത്തെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കും. ആദ്യത്തെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്താവും? 0 ആവും. ശരിയല്ലേ? അപ്പോൾ എന്താ കിട്ടുക? IS ഈക്വൽ ടു വൈ ഇൻറ്റു VR. IS ഈക്വൽ ടു വൈ ഇൻറ്റു VR. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ വൈ ഇൻറ്റു VR എന്ന് പറഞ്ഞാൽ വൈ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? വൈ എന്ന് പറയുന്നത് JωC ആണ്. അതായത് ഏതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്? കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എഫക്റ്റാണ്? ചാർജിങ് കറണ്ട് എഫക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ചാർജിങ് കറണ്ടിൻ്റെ എഫക്റ്റും വരുന്നുണ്ട്. കാരണം എന്താ? അവിടെ കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് ഉള്ളതുകൊണ്ട് ചാർജിങ്ങിൻ്റെ എഫക്റ്റും വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. ചാർജിങ് കറണ്ട് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫെറാൻഡി എഫക്റ്റും എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് നോട്ട് ചെയ്ത് എടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് വയ്ക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾ നേരത്തെ ഇവിടെ സിമെട്രി പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ AD മൈനസ് BC ഈക്വൽ ടു 1 തന്നെയാണ്. ഓക്കെ, AD മൈനസ് BC ഈക്വൽ ടു 1 തന്നെയാണ്. അതുകൊണ്ട് ഇത് എന്താണ്? ഇത് റെസിപ്രോക്കലാണ്. ഓക്കെ, ഇതെന്താണ്? റെസിപ്രോക്കലും ആണ്. പക്ഷെ നമ്മൾ നേരത്തെ നമ്മുടെ ഈ എൻഡ് കണ്ടൻസർ മെത്തേഡ് പറഞ്ഞിരുന്നു സിമെട്രിക്കൽ വരും, പക്ഷെ എന്താവില്ല, ഒരെണ്ണം സിമെട്രിക്കൽ ആവില്ല, ഒരെണ്ണം സിമെട്രിക്കൽ ആവും, ഒരെണ്ണം റെസിപ്രോക്കൽ ആവും അല്ലേ. റെസിപ്രോക്കൽ ആവുന്ന ഏതാണ്? റിസീവിങ് എൻഡ് മോഡൽ റെസിപ്രോക്കൽ ആയിരിക്കും. പക്ഷെ സെൻഡിങ് എൻഡ് മോഡൽ എന്തല്ല? റിസീവിങ് എൻഡ് മോഡലും സെൻഡിങ് എൻഡ് മോഡലും റിസീവിങ് എൻഡ് മോഡൽ റെസിപ്രോക്കലാണ്. അതുപോലെ തന്നെ സെൻഡിങ് എൻഡ് മോഡലും റെസിപ്രോക്കലാണ്. അതുപോലെ തന്നെ രണ്ടും എന്തല്ല? സിമെട്രിക്കൽ അല്ല. അതാണ് നമ്മുടെ എൻഡ് കണ്ടൻസർ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മുടെ ഷോർട്ട് ലൈനുകൾ നോക്കുമ്പോൾ അതെന്തായിരുന്നു? സിമെട്രിക്കലായിരുന്നു, അതുപോലെ തന്നെ റെസിപ്രോക്കലായിരുന്നു. അതുപോലെ തന്നെ മീഡിയം ലൈനിലെ എൻഡ് കണ്ടൻസർ മെത്തേഡിലാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ ഇവിടെ നോമിനൽ T മെത്തേഡ് എന്താണ്? ദേ ആർ ബോത്ത് സിമെട്രിക്കൽ ആൻഡ് ദേ ആർ ബോത്ത് റെസിപ്രോക്കൽ ഓൾസോ. ക്ലിയർ? പക്ഷേ ഇവിടെ ഈ പറഞ്ഞ ഫെറാൻഡി എഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ഇത് ആക്ച്വലി കുറച്ച് കുറവാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് ലെസ്സർ ഫെറാൻഡി എഫക്റ്റ്. മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫെറാൻഡി എഫക്റ്റ് കുറച്ച് കുറവാണ്. നിങ്ങൾ റിസീവിങ് എൻഡ് മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫെറാൻഡി എഫക്റ്റ് എന്താണ്? കുറവാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അനലൈസ് ചെയ്ത് വയ്ക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് സാധനമായ ഏതാണ്? മൂന്നാമത്തെ നോമിനൽ പൈ മോഡൽ. ഓക്കെ, ഏതാണ്? നോമിനൽ പൈ മോഡൽ. അപ്പോൾ നോമിനൽ പൈ മോഡലിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. നോമിനൽ പൈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൈ പോലെയുള്ളത്, അതായത് ഇവിടെ ഇങ്ങനെയുള്ളത്. അതായത് എന്താ പറഞ്ഞു വരുന്നത്? ഇവിടെ ഒരു കപ്പാസിറ്റർ വരും, ഇവിടെ ഒരു കപ്പാസിറ്റർ വരും. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് വരുന്നതെന്ന്. ഇവിടെ ഒരു കപ്പാസിറ്റർ വരും,
ഇവിടെ R, ഇവിടെ L, ഇവിടെ ഒരു കപ്പാസിറ്റർ, ഇവിടെ ഒരു ഓക്കെ. അപ്പോൾ ഇവിടെ VS, ഇവിടെ ആര് വരും, ഇവിടെ VR വരും, ഇത് IR, ഇതെന്താണ് IS. ക്ലിയർ? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഴുതുക. ഇവിടെ C എന്ന് എഴുതുന്നത് ഞാൻ Y/2 എന്ന് എഴുതുന്നു, കാരണം പകുതിയല്ലേ ഉള്ളൂ. C/2 അല്ലെങ്കിൽ Y/2 നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഇവിടെ R-ഉം ഇവിടെ L-ഉം. ഇതിലെ നിങ്ങളുടെ കറണ്ട് സപ്പോസ് I കറണ്ടാണ് പോകുന്നതെങ്കിൽ I എന്ന് എഴുതുക. ഇവിടെ രണ്ട് ചാർജിങ് കറണ്ട് ഇവിടെ സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ IC2 എന്നും ഞാനിതിനെ IC1 എന്നും എഴുതുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് IC1 ആസ് Y/2 ഇൻറ്റു VR. അതുപോലെ തന്നെ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IR പ്ലസ് IC1. അപ്പോൾ എന്ത് കിട്ടും, IR പ്ലസ് IC1 എന്ന് പറഞ്ഞാൽ എന്താ, Y/2 ഇൻറ്റു VR. സിമിലർലി VS ഈക്വൽ ടു എന്താണ്, VR പ്ലസ് IR ഇൻറ്റു Z ആണ്. അപ്പോൾ IR അല്ല, I ഇൻറ്റു Z അല്ലേ, I ഇൻറ്റു Z ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ I എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ്, നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ നോക്കിയാൽ അതിന് പ്രൂഫ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പിന്നെ ഷോർട്ട് ലൈനൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇതെങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. VSന് നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ISനും നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടും. ISൻ്റെ ഇക്വേഷൻസ് എഴുതുന്നില്ല, നിങ്ങൾക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻറ്റു VR പ്ലസ് 1 പ്ലസ് YZ/2 ഇൻറ്റു IR. ഓക്കെ, ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുക. VS ഈക്വൽ ടു AVR, ഇതാണ് AVR, ഇതാണ് BIR, ഇതാണ് CVR, ഇതാണ് DIR. അപ്പോൾ നേരത്തെ പോലെ ABCD പാരാമീറ്റർ എഴുതുക. അപ്പം VS IS ഈക്വൽ ടു 1 പ്ലസ് YZ/4 Z Y ഇൻറ്റു 1 പ്ലസ് YZ/4 ഇൻറ്റു 1 പ്ലസ് YZ/2 ഇൻറ്റു ആരൊക്കെ വരും, VR IR. ക്ലിയർ? ഇതും നിങ്ങൾ റെസിപ്രോക്കലും സിമെട്രിയും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. A ഈക്വൽ ടു D, AD മൈനസ് BC ഈക്വൽ ടു 1. ദേ ആർ ബോത്ത് സിമെട്രിക് ആൻഡ് റെസിപ്രോക്കൽ. ക്ലിയർ? ഇതും നിങ്ങളുടെ ഫെറാൻഡി എഫക്റ്റിൻ്റെ സെയിം ലെവൽ തന്നെയാണ്. ഓക്കെ, സെയിം ലെവൽ ഓഫ് ഫെറാൻഡി എഫക്റ്റ് ആണ് വരുന്നത്. സെയിം ലെവൽ ഓഫ് ഫെറാൻഡി എഫക്റ്റ് ഏതുമായി കമ്പയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ സെയിം ലെവൽ ഓഫ് ഫെറാൻഡി എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ടിയും പൈൻ്റെയും ഫെറാൻഡി എഫക്റ്റ് ലെവൽ എന്താണ്, സെയിം ആണ്. ഓക്കെ, അതായത് സെയിം ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക റിസീവിങ് എൻ്റെ മോഡലിനെക്കാട്ടിയും കുറവാണ്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷൻസ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അപ്പം ഈ ഫെറാൻഡി എഫക്റ്റിൻ്റെ ലെവല് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ഓർത്ത് വെച്ചേക്ക്. അതായത് നിങ്ങൾ ഈ ടിയും പൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ, ടിയും പൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ടിയും പൈയുമായിട്ട് ഞാൻ ചെറിയൊരു ഡിഫറൻസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ടിയും പൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പവർ സിസ്റ്റം അനാലിസിസിനൊക്കെ നമ്മൾ ബെസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവ് നോഡുള്ളതാണ് എടുക്കുക. നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അതായത് നമ്മളെ പവർ സിസ്റ്റം അനാലിസിസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും മിനിമം നമ്പർ ഓഫ് നോഡ്സ് ഉള്ളതാണ് സെലക്ട് ചെയ്യുക. മിനിമം നമ്പർ ഓഫ് നോഡ്സ് ഉള്ളത്. അപ്പോൾ മിനിമം നമ്പർ ഓഫ് നോഡ്സ് ഉള്ളപ്പോൾ നിങ്ങൾക്കറിയാം പൈക്ക് എത്ര നോഡാണുള്ളത്, 2 ആണുള്ളത്. പക്ഷേ ടിക്ക് എത്ര നോഡുണ്ട്, 3 നോഡ്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈ മോഡൽ ഈസ് ബെറ്റർ ദാൻ ടി മോഡൽ. ഏതിൻ്റെ അവസ്ഥയിൽ, നിങ്ങളുടെ പവർ സിസ്റ്റം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൈ മോഡൽ വിൽ ബി ബെറ്റർ ദാൻ യുവർ ടി മോഡൽ. ഓക്കെ, അപ്പം രണ്ടിൻ്റെയും ഇക്വേഷൻസ് ക്ലിയർ ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഇക്വേഷൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ്റെ ഇക്വേഷൻ. ദിസ് ഈസ് യുവർ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ.
നിങ്ങളുടെ റിസീവിങ് എൻഡ് കണ്ടൻസർ മെത്തേഡ്, റിസീവിങ് എൻഡ് മോഡൽ. ഇനി നമ്മുടെ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ 2 ഇക്വേഷൻ, എൻഡ് കണ്ടൻസർ മെത്തേഡ് പറഞ്ഞു. ഇനി അടുത്തത് 1 + yz/2, അതുപോലെ തന്നെ b = z × 1 + yz/4. സിമിലർലി c = y, d = 1 + yz. അതുപോലെ a = 1 + yz/2, b = z, c = y × 1 + yz/4, d = 1 + yz/2. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാം, നിങ്ങളൊന്നും ചെയ്യാനില്ല ഇവിടെ. നിങ്ങളുടെ നോമിനൽ ടി മെത്തേഡ് ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നോമിനൽ ടി മെത്തേഡ്, ഇതാണ് നോമിനൽ പൈ മെത്തേഡ്. ഓക്കെ, ഇത് നിങ്ങൾ നോമിനൽ ടി മെത്തേഡ്, നിങ്ങൾ നോമിനൽ പൈ മെത്തേഡുമാണ്. അപ്പോൾ നോമിനൽ ടി ആയിക്കോട്ടെ പൈ ആയിക്കോട്ടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ്, നിങ്ങളുടെ എയും ഡിയും എന്താണ്, ഈക്വലാണ്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാം. എയും ഡിയും ഈക്വലാണ് ഏത് മെത്തേഡ്സ് എന്ന് ചോദിച്ചാൽ ടി ആൻഡ് പൈ. ടിക്കും പൈക്കും എന്താണ്, എയും ഡിയും എന്താണ്, ഈക്വലാണ്. വേരി ചെയ്യുന്ന എവിടെയാണ്? ഇവിടെ ഇങ്ങനെ ഈ ഓർഡറിൽ നിങ്ങൾ പോന്നാൽ മതി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഇവിടെയും b = z ആണ്, പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇത് മാറി കണ്ട. b = z × 1 + z തന്നെയാണ്, പക്ഷേ 1 + yz/4 എന്നുള്ള അഡീഷണൽ ടേം വരും. c ഇവിടെ ഇത് 2 ഈക്വലാണ്, സിയും വൈയും ഈക്വലാണ്. d എന്ന് പറഞ്ഞാൽ ഇവിടെ മാറും, 1 + yz എന്ന് വരും അല്ലേ. 1 + yz/2, 1 + yz അല്ല, 1 + yz/2. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടുത്തെ എയും ഡിയും എന്താണ്, ഈക്വലാണ്. ഓക്കെ, എയും ഡിയും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം അല്ലേ. എയും ഡിയും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇവിടെ ഞാനിവിടെ എഴുതിയാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 1 + yz ഇല്ല, കറക്റ്റ് തന്നെയാണല്ലേ, സി അല്ലേ ഇത്. ഓക്കെ, കറക്റ്റാണ്, വ്യത്യാസമൊന്നുമില്ല, കറക്റ്റാണ്. ഇത് കറക്റ്റ് അല്ലേ, 1 + ഇവിടെയാണ് എഴുതിയാൽ വ്യത്യാസം വന്നത് അല്ലേ. a = 1 + yz/2 അല്ലേ. 1 + yz/2, z y × 1 + yz/4, 1 + yz/2. അപ്പോൾ കറക്റ്റാണ്. ടി മെത്തേഡിലോ, ടി മെത്തേഡിൽ a = 1 + yz/2, 1 + yz/2, z × 1 + yz/4 y. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് അവിടെ ഓർക്കാനുള്ള. രണ്ടെണ്ണത്തിലും എയും ഡിയും എന്താണ്, ഈക്വലാണ് കേട്ടോ. രണ്ടെണ്ണത്തിലും എയും ഡിയും ഈക്വലാണ്. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ. ഓക്കെ, എയും ഡിയും ടി ആയാലും പൈ ആയാലും എന്താണ്, ഈക്വലാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈക്വലാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. സിമിലർലി ഇത് രണ്ടും ഈക്വലാണ് അല്ലേ. ടീൻ്റെയും പൈൻ്റെയും ആയാലും എ ഈക്വലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെയും ടീൻ്റെയും പൈൻ്റെയും ഡിയും എന്താണ്, ഈക്വലാണ് അല്ലേ. ഡിയും ഈക്വലാണ്. അതാണ് അവിടെ സിമിലാരിറ്റി ആകെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ബിയും സിയും മാത്രം മാറ്റി എഴുതുന്നത് മാത്രം പഠിച്ചാൽ മതിയാവും. ക്ലിയർ? അപ്പോൾ ആ ഒരു വാല്യൂസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങളിൽ വരുന്നതാണ് ഈ പറഞ്ഞ അനാലിസിസ്. ഓക്കെ, ഈ എയും വൈയും ബിയും സെഡിൻ്റെ അനാലിസിസ് ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, പൈ മോഡലാണ് എന്താണ്, ബെറ്ററാണ് വെൻ കമ്പയർഡ് ടു യുവർ ടി മോഡൽ. ടി മോഡലിനെ കമ്പയർ ചെയ്യുമ്പോൾ പൈ മോഡൽ ബെറ്ററാണ്, കാരണം അവിടെ മിനിമം നമ്പർ ഓഫ് നോഡ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫെറാൻഡി എഫക്റ്റ് ഒക്കർ ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഫെറാൻഡി എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു റിസീവിങ് എൻഡ് മോഡലിലാണ്. ഓക്കെ, അപ്പം ഫെറാൻഡി എഫക്റ്റ് ഈസ് മാക്സിമം. ഫെറാൻഡി എഫക്റ്റിൻ്റെ ഒരു ഓർഡർ തന്നെ നമുക്ക് എഴുതാം. ഫെറാൻഡി എഫക്റ്റ് ഈസ് റിസീവിങ് എൻഡ് മോഡൽ
റിസീവിങ് എൻഡ് മോഡലിലാണ് ഫെറാൻഡി എഫക്റ്റ് ഏറ്റവും കൂടുതൽ, മാക്സിമം ഗ്രേറ്റർ ദാൻ ടിക്കും പൈക്കും എന്താണ് ഈക്വൽ ഫെറാൻഡി എഫക്റ്റ് ആണ്. അതായത് ടിക്കും പൈക്കും കുറവാണ് വെൻ കമ്പയർഡ് ടു യുവർ ഇത് റിസീവിങ് എൻഡ് മോഡൽ. പക്ഷേ സെൻഡിങ് എൻഡ് മോഡലിന് ഫെറാൻഡി എഫക്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ഒക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ചോദിക്കാം. സെൻഡിങ് എൻഡ് മോഡലിന് ഫെറാൻഡി എഫക്റ്റ് ഉണ്ടോ? ഇല്ല. ദർ ഈസ് നോ ഫെറാൻഡി എഫക്റ്റ്. അല്ലെങ്കിൽ ഏറ്റവും കുറവ് എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ നോ എന്ന് ചോദിച്ചാലോ സെൻഡിങ് എൻഡ് മോഡലാണെന്ന് ഓർക്കുക. റിസീവിങ് എൻഡ് മോഡലാണ് മാക്സിമം. അതിൻ്റെ മിഡിൽ ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് നിങ്ങളുടെ ഏതൊക്കെ ടിയും അതുപോലെ തന്നെ പൈയും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെയുള്ള അനാലിസിസിന് നടത്താനായിട്ടുള്ളത്. ആ അനാലിസിസ് ക്ലിയർ ചെയ്ത് പോവാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലൈൻസിൻ്റെ ഷോർട്ടും മീഡിയം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോങ് ഞാൻ പറയും. അപ്പോൾ ലോങ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ വെറുതെ നിങ്ങൾക്ക് ഈ എല്ലാ ലൈനുകളുടെയും ഇക്വേഷൻ വെറുതെ ഒന്ന് കുറച്ച് കൃത്യമായിട്ടൊന്ന് എഴുതി തരാം. A = 1, B = Z, Z = 0, D = 1. ഏതാണ് ലൈന്? ലൈൻ ഈസ് ഷോർട്ട്. ഇനി അടുത്തത് A = 1, B = Z, C = 0, D ഷോർട്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൽ തന്നെ 4 എണ്ണം ഉണ്ട് അല്ലേ? എൻഡ് കണ്ടൻസർ, അതുപോലെ തന്നെ നോമിനൽ ടി മെത്തേഡ്, അതുപോലെ തന്നെ നോമിനൽ പൈ മെത്തേഡും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻഡ് കണ്ടൻസർ മെത്തേഡിലേക്ക് പോകാം. എൻഡ് കണ്ടൻസർ മെത്തേഡിൻ്റെ ഇക്വേഷൻസ് എന്തായിരുന്നു? ദാറ്റ് ഈസ് A = 1 + YZ, B = Z, C = Y, and D = 1. ക്ലിയർ? ഇതാണ് എൻഡ് കണ്ടൻസർ മെത്തേഡ്. എൻഡ് കണ്ടൻസർ മെത്തേഡിൽ തന്നെ ഏതാണെന്ന് ഓർക്കാൻ ഞാൻ പറഞ്ഞു, റിസീവിങ് എൻഡ് മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ റിസീവിങ് എൻഡ് മോഡലിൻ്റെ ഇക്വേഷനാണ്. സെൻഡിങ് എൻഡ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് A = 1 + YZ/2, B = Z × 1 + YZ/4, C = Y, D = 1 + YZ/2. ഇതേത് മോഡലാണ്? ദിസ് ഈസ് ദ ടി മോഡൽ അല്ലേ? ദിസ് ഈസ് ദ ടി മോഡൽ. ദെൻ അടുത്തത് A = 1 + YZ/2, B = Z, C = Y × 1 + YZ/4, and D = 1 + YZ/2. This is your pi model. ക്ലിയർ? അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇക്വേഷൻസ് ക്ലിയർ ചെയ്ത് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓർക്കേണ്ട അനദർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കലും വരുന്നത് ഏതൊക്കെ ലൈനുകൾക്കാണ്? ദേ ആർ ബോത്ത് സിമെട്രിക്കൽ ആൻഡ് റെസിപ്രോക്കൽ. സിമെട്രിക്കൽ ആണെങ്കിൽ A = D യും AD - BC = 1 വരുന്നത് ഏതൊക്കെ ലൈൻ എന്ന് ചോദിച്ചാൽ ഷോർട്ട് ലൈൻസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോമിനൽ ടി മെത്തേഡിലും അതുപോലെ തന്നെ നോമിനൽ പൈ മെത്തേഡിലും എന്താണ് ഇത് സിമിലർ ആണ്. പക്ഷേ A is not equal to D and AD - BC = 1 for your end condenser method. അവരെന്തല്ല സിമിലർ അല്ല, പക്ഷെ അവരെന്താണ്? അവർ സിമിലർ അല്ലെങ്കിൽ കൂടി അവരെന്താണ്? റെസിപ്രോക്കൽ ആണ്. സിമിലർ അല്ലെങ്കിലും അവരെന്താണ്? റെസിപ്രോക്കൽ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, എൻഡ് കണ്ടൻസർ മെത്തേഡിലെ 2 മെത്തേഡും റിസീവിങ് എൻഡ് മോഡലായാലും ശരി സെൻഡിങ് എൻഡ് മോഡലായാലും ശരി രണ്ടും കറക്റ്റാണ്. ഓക്കെ, ഇനി ഇത് പഠിക്കാനുള്ള എളുപ്പം എന്താണെന്ന് പറഞ്ഞാൽ A = 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക?
ഓരോ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്ത് പോകണമെന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ആദ്യം 1 ആയിരുന്നു, പിന്നെ എന്തായി ഒരു YZ ആഡ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു ഒരു YZ/2 ആഡ് ചെയ്തു, രണ്ടിലും കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ എല്ലാത്തിലും B = Z ആണ്. ഒറ്റ എണ്ണത്തിലേ മാറുന്നുള്ളൂ. ഏതിൽ മാത്രമേ? Tയിൽ മാത്രമേ മാറുന്നുള്ളൂ. Z-ൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക, കഴിഞ്ഞു. അടുത്ത ഷോർട്ട് ലൈനിലൊക്കെ ഇവിടെ 0 ആണ്, പിന്നെ 0 മാറി Y ആവും, പിന്നെയും Y തന്നെ, ലാസ്റ്റിൽ മാത്രം 1 + YZ/4. ഇവിടെ ഷോർട്ടിൽ അത് 0 ആണെന്ന് ഓർക്കുക, ആ ഒരു കാര്യം അറിയാം. ഇനി അടുത്തത് ഇവിടെ നോക്കൂ, ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക YZ/2. ക്ലിയർ? ഇത് 2-3 പ്രാവശ്യം ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഈസിലി അത് ഒബ്റ്റെയിൻ ചെയ്യാം, ഈസിലി അത് പഠിക്കാനും വേണ്ടി പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി ABCD പാരാമീറ്റർ എന്നുള്ള ലെവലിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഫെറാൻഡി എഫക്റ്റിൻ്റെ കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെറാൻഡി എഫക്റ്റിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് ഈ ഷോർട്ട് ലൈനും മീഡിയം ലൈനിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ ലോങ് ട്രാൻസ്മിഷൻ ലൈനാണ്. ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ് വരുന്നുണ്ട്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടി ക്ലിയർ ആകുമ്പോൾ ഈ ലൈൻസിൽ വരുന്ന ഏത് ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.